ഹലോ എവ്രിവൺ, നമ്മളുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദ കളേഴ്സ് ഓഫ് എർത്ത് എന്ന് പറഞ്ഞ സാറ പെർട്ടിൻ്റെ പുതിയൊരു പോയമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ഡിസ്ക്രിപ്ഷൻ തന്നിട്ടുണ്ട്. ഇമാജിൻ എ വേൾഡ് ഇൻ ജസ്റ്റ് വൺ കളർ, ക്വൈറ്റ് ബോർഡിംഗ് ഈസ് ഇൻ ഇറ്റ് ലൈക്ലി അവർ വേൾഡ് ഈസ് ഫിൽഡ് വിത്ത് എ റിച്ച് വെറൈറ്റി ഓഫ് കളേഴ്സ് ആൻഡ് കൾച്ചേഴ്സ്. Here is a song that celebrates the variety. ഒരു ലോകം മുഴുവൻ ഒരൊറ്റ കളറിൽ നിർമ്മിച്ചതാണെങ്കിൽ അതെങ്ങനെയായിരിക്കുമെന്ന് ചിന്തിക്കാനാണ് നമ്മളോട് പറയുന്നത്. അത് വളരെ ബോറിംഗ് ആയിരിക്കില്ല എന്നാണ് ചോദിക്കുന്നത്. നമ്മളുടെ ഭാഗ്യവശാൽ നമ്മളുടെ ഭൂമി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് വളരെയധികം വൈവിധ്യമാർന്ന നിറങ്ങൾ കൊണ്ടും കൾച്ചർ എന്ന് പറഞ്ഞാൽ സംസ്കാരം, അതുപോലെ വൈവിധ്യമാർന്ന പല നിറങ്ങളും സംസ്കാരങ്ങളും കൊണ്ട് നിർമ്മിച്ചതാണ് നമ്മളുടെ ലോകം. നമ്മളുടെ ഈ ഒരു പോയത്തിൽ അത് തന്നെയാണ്, നമ്മുടെ വെറൈറ്റീസ് തന്നെയാണ് മെയിൻ തീമായിട്ട് വന്നിട്ടുള്ളത്. നമുക്ക് പോയത്തിലേക്ക് കടക്കാം. ദ കളേഴ്സ് ഓഫ് ദ എർത്ത്. ഫസ്റ്റ് സ്റ്റാൻസ നമുക്ക് നോക്കാം. വി ആർ മെയ്ഡ് ഓഫ് ദ കളേഴ്സ് ഓഫ് എർത്ത്. ഈച്ച് കളർ ഈസ് ഡിഫറെൻറ്റ്. ഈച്ച് കളർ ഈസ് ട്രൂ. We are made of the colors of earth. I love the colors that made you. ഇവിടെ പറയുന്നത് വി ആർ മെയ്ഡ് ഓഫ് ദ കളേഴ്സ് ഓഫ് എർത്ത്. ഈ എർത്തിലുള്ള കളറുകൾ കൊണ്ടാണ് നമ്മളെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഈച്ച് കളർ ഈസ് ഡിഫറെൻറ്റ്. എല്ലാ കളറും ഡിഫറെൻ്റ് ആണ്, വ്യത്യസ്തമായ കളറുകളാണ് എല്ലാം. ഈച്ച് കളർ ഈസ് ട്രൂ. എല്ലാ കളറും സത്യവുമാണ്. വി ആർ മെയ്ഡ് ഓഫ് ദ കളേഴ്സ് ഓഫ് എർത്ത്. നമ്മൾ ഈ ഭൂമിയിലുള്ള നിറങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഐ ലവ് ദ കളേഴ്സ് ദാറ്റ് മേഡ് യു. നിന്നെ നിർമ്മിച്ചിട്ടുള്ള നിറങ്ങൾ എനിക്ക് ഇഷ്ടമാണെന്നാണ് പറയുന്നത്. ഇവിടെ ഫസ്റ്റ് സ്റ്റാൻസയിൽ പറയുന്നത് ഈ ഒരു ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും, മനുഷ്യരായിക്കോട്ടെ മറ്റ് ജീവികളായിക്കോട്ടെ, എല്ലാവരും നിർമ്മിച്ചിട്ടുള്ളത് ഭൂമിയിലെ വൈവിധ്യമാർന്ന പല നിറങ്ങളും കൊണ്ടാണ്. അതായത് മനുഷ്യരാണെങ്കിലും മറ്റ് ജീവികളാണെങ്കിലും എല്ലാം വൈവിധ്യമാർന്ന നിറങ്ങളിലുള്ളവരാണ് എന്നാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് സ്റ്റാൻസ് നോക്കാം. When I look in the eyes of my friends, I can see topaz, I can see sky, the green and grey of the sea rolling by, and the dazzling brown river in the morning. When I look in the eyes of my friends, ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ I can see topaz, I can see sky. നമ്മളുടെ ഫ്രണ്ട്സിൻ്റെ കണ്ണുകളെ കുറിച്ചാണ് പറയുന്നത്. അതായത് മനുഷ്യരുടെ കണ്ണുകളെ കുറിച്ചാണ് പറയുന്നത്. കണ്ണുകളിൽ ഐ ക്യാൻ സീ ടോപ്പാസ്, ഐ ക്യാൻ സീ സ്കൈ. ടോപ്പാസ് എന്ന് പറഞ്ഞാൽ രത്നങ്ങളാണ്. ഒരു മഞ്ഞ പോലെയുള്ള കളറിലുള്ള രത്നങ്ങളാണ് ടോപ്പാസ്. ഐ ക്യാൻ സീ ടോപ്പാസ്. മഞ്ഞ പോലെയുള്ള കളറിലുള്ള കണ്ണുകളുണ്ടാവും. ഐ ക്യാൻ സീ സ്കൈ. സ്കൈയുടെ കളർ നീലയാണ്. നീല കളറിലുള്ള കണ്ണുകളുള്ള കുട്ടികളുണ്ടാവും. ദ ഗ്രീൻ ആൻഡ് ദ ഗ്രേ ഓഫ് ദ സീ റോളിംഗ് ബൈ. കടലിനെ പോലെ ഗ്രീനും ഗ്രേയും കളറുള്ള കണ്ണുകളുള്ള കുട്ടികളുണ്ടാവും. ആൻഡ് ദ ഡാസ്ലിംഗ് ബ്രൗൺ റിവർ ഇൻ ദ മോർണിംഗ്. റിവറിനെ പോലെ ബ്രൗൺ കളറുള്ള കണ്ണുകളുള്ള കുട്ടികളും ഉണ്ടാവും. ഇതിൽ ആളുകളുടെ കണ്ണിൻ്റെ നിറത്തിലുള്ള വൈവിധ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. പല നിറത്തിലുള്ള കണ്ണുകളുള്ള ആളുകളുണ്ട്. അത്തരത്തിലാണ് ഈ ഒരു സ്റ്റാൻസയിൽ പറയുന്നത്. നെക്സ്റ്റ് സ്റ്റാൻസ നോക്കാം. When I look at the hands of my friends, I can see chestnut, I can see corn, the color of wheat and dappled brown fawn, and the sun kissed the black trees in the morning. When I look at the hands of my friends, I can see chestnut, I can see corn. ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൈകളിലേക്ക് നോക്കുമ്പോൾ ഐ ക്യാൻ സീ ചെസ്നട്ട്, ഐ ക്യാൻ സീ കോൺ. ഫ്രണ്ട്സിൻ്റെ കൈകളിലേക്ക് നോക്കുമ്പോൾ അവിടെയും വൈവിധ്യമായ നിറങ്ങളാണ് കാണാൻ കഴിയുന്നത്. ചെസ്നട്ടിൻ്റെ നിറവും കോണിൻ്റെ നിറവും വളരെ ഡിഫറെൻ്റാണ്. ദ കളർ ഓഫ് വീറ്റ് ആൻഡ് ഡാപ്പിൾഡ് ബ്രൗൺ ഫാം. വീറ്റ് എന്ന് പറഞ്ഞാൽ ഗോതമ്പാണ്. ഡാപ്പിൾഡ് ബ്രൗൺ ഫാം എന്ന് പറഞ്ഞാൽ പുള്ളിമാനാണ്. അപ്പോൾ
രണ്ടിൻ്റെയും നിറം വളരെ വ്യത്യസ്തമായിട്ടാണ്. ചെസ്നട്ടിൻ്റെ ആയിക്കോട്ടെ, കോണിൻ്റെ ആയിക്കോട്ടെ, വീറ്റിൻ്റെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഡാപ്പിൾഡ് ബ്രൗൺ പാൺ ആയിക്കോട്ടെ, എല്ലാം വളരെ വ്യത്യസ്തമായ നിറങ്ങളാണ്. ആൻഡ് സൺ കിസ്ഡ് ബ്ലാക്ക് ട്രീസ് ഇൻ ദ മോർണിംഗ്. സൂര്യപ്രകാശത്തിൽ രാവിലെ കാണുന്ന മരങ്ങൾ, വളരെ ബ്ലാക്ക് കളറായിട്ടുള്ള മരങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അത്തരത്തിൽ ബ്ലാക്ക് കളറിലുള്ള ആളുകളുണ്ട്. ചെസ്നട്ട് പോലെ ഡാർക്കിഷ് കളറായിട്ടുള്ള ബ്രൗൺ കളറായിട്ടുള്ള ആളുകളുണ്ട്. വീറ്റിൻ്റെ കളറായിട്ടുള്ള ആളുകളുണ്ട്. കോണിൻ്റെ കളർ പോലെ യെല്ലോയിഷ് ആയിട്ടുള്ള ആളുകളുണ്ട്. അതുപോലെ ഡാപ്പിൾഡ് ബ്രൗൺ ഫേണിനെ പോലെ കളറുള്ള ആളുകളുണ്ട്. എല്ലാം വളരെ വെറൈറ്റി ആയിട്ടുള്ള കളറുകളാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ടെൽ മീ ദ നെയിംസ് ഓഫ് ദ കളേഴ്സ് ഓഫ് ദ എർത്ത്. ദ പേർപ്പിൾ ഓഫ് എഗ് പ്ലാന്റ്, ദ ഓറഞ്ച് ഓഫ് പീച്ച്, the green and black of stones on the beach, and the sun on the mountain in the morning. Tell me the names of the colors of the earth. നമ്മുടെ എർത്തിൻ്റെ കളറുകൾ എന്തൊക്കെയാണെന്ന് പറയൂ എന്നാണ് പറയുന്നത്. ദ പേർപ്പിൾ ഓഫ് ദ എഗ് പ്ലാന്റ്. എഗ് പ്ലാന്റിൻ്റെ കളർ നമുക്കറിയാം. എഗ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വഴുതനയാണ്. വഴുതനയുടെ കളർ നമുക്കറിയാം. ദ ഓറഞ്ച് ഓഫ് ദ പീച്ച്. പീച്ച് ഫ്രൂട്ടിൻ്റെ ഓറഞ്ച് കളർ. ദ ഗ്രീൻ ആൻഡ് ബ്ലാക്ക് ഓഫ് ദ സ്റ്റോൺസ് ഓൺ ദ ബീച്ച്. ബീച്ചിലുള്ള പച്ചയും ബ്ലാക്കുമായിട്ടുള്ള കല്ലുകളുടെ നിറങ്ങൾ. ആൻഡ് ദ സൺ ഓൺ ദ മൗണ്ടെയിൻ ഇൻ ദ മോർണിംഗ്. അതായത് നേരം വെളുത്ത് വരുന്ന സമയത്ത് മലഞ്ചെരുവിലൂടെ കാണപ്പെടുന്ന സൂര്യൻ്റെ നിറം. എല്ലാം വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള നിറങ്ങളാണ്. അപ്പോൾ എന്തെല്ലാം നിറങ്ങളാണ് നമ്മളുടെ ഭൂമിയിലുള്ളത് എന്നാണ് പറയുന്നത്. ഈ ഒരു പോയത്തിലൂടെ പോയറ്റ് ഉദ്ദേശിച്ചിട്ടുള്ളത് നമ്മളുടെ ഭൂമിയിലെ വൈവിധ്യങ്ങളെക്കുറിച്ചാണ്. മനുഷ്യരുടെ തന്നെ നിറങ്ങളിലുള്ള വൈവിധ്യം, ജീവജാലങ്ങളുടെ വൈവിധ്യം, ഈ നിറങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മളുടെ കൾച്ചറിലും മറ്റെല്ലാ തരത്തിലുള്ള വൈവിധ്യങ്ങളെക്കുറിച്ചാണ് ഈ ഒരു പോയത്തിലൂടെ സൂചിപ്പിക്കുന്നത്.